OIC വേദിയിൽ പാകിസ്ഥാന്റെ പ്രസ്താവന തള്ളി ഭാരതം. വിദേശമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യയെക്കുറിച്ച് അനാവശ്യവും വസ്തുതാവിരുദ്ധവുമായ പരാമർശങ്ങൾ ശക്തമായി തള്ളിക്കളയുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഭീകരതയെ രാഷ്ട്രതന്ത്രമാക്കി മാറ്റിയ രാജ്യമാണ് പാകിസ്ഥാൻ. ജമ്മു ആൻഡ് കശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ OICക്ക് അവകാശമില്ല. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? OIC വേദിയിൽ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ വേദിയിൽ പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും പരാമർശങ്ങളുമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുള്ളത്. കൂടാതെ പാകിസ്ഥാനെതിരെ രൂക്ഷമായ വിമർശനവും ആ പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം ഉയർത്തിയിട്ടുണ്ട്. ഭീകരവാദം രാഷ്ട്രതന്ത്രമായി ഉയർത്തിയിട്ടുള്ള അത് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. ഭീകരതയ്ക്കെതിരെയും ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഈ OIC വേദിയിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഭാരതം അക്രമം നടത്തി എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഭീകരവാദത്തിന്റെയും എല്ലാ തരത്തിലുമുള്ള സന്ദേശങ്ങൾ നൽകുന്നതും അതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വളരെ അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഈ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. ആ ആഭ്യന്തര കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നതിന് OIC, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ വേദിക്ക് യാതൊരു തരത്തിലുമുള്ള അവകാശമില്ല. അത്തരത്തിൽ ബാഹ്യ അഭിപ്രായങ്ങൾ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആവശ്യമില്ല എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത്. OIC വേദിയിൽ ഭാരതത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമമാണ് OICയുടെ വിദേശകാര്യ മന്ത്രിമാരുടെ കോൺഫറൻസിൽ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് മറുപടി നൽകിക്കൊണ്ടാണ് ഭീകരവാദം രാഷ്ട്രതന്ത്രമാക്കിയ രാജ്യമാണ് പാകിസ്ഥാനെന്നും OIC ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ശരി.